الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സത്യവിശ്വാസിനികളെ, വിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കൈനീട്ടാൻ കയ്യിൽ കിട്ടിയ കാരക്കയെ നിങ്ങൾ നോക്ക്. ഒരു കാരക്ക ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്ത്, മറുകാരക്ക മറ്റേ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത്, ഉമ്മാന്റെ കാരക്ക വായിൽ വെച്ച് കടിക്കുമ്പോഴേക്ക് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആർത്തിയോടുകൂടെ കഴിച്ച മക്കളുമ്മ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോ ആ കടിച്ച കാരക്ക രണ്ടായി കീറി രണ്ട് മക്കളുടെ കയ്യിൽ വെച്ചുകൊടുത്ത് ഉമ്മാന്റെ ചരിത്രം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ സ്വർഗത്തിലേക്ക് അടുത്തിരിക്കുന്നു, നരകത്തിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നാണ്. അപ്പോ നമുക്കൊക്കെ ഒരു പേടി, കൊടുത്ത എന്റെ കയ്യിൽ നിന്ന് തീർന്നു പോവോ, കുറഞ്ഞു പോയില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് നമ്മളോട് എളുപ്പം വേണോ ജീവിതത്തിലെ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. മാത്രമല്ല, അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തഖ്വയുള്ള ജീവിതമുണ്ടോ, അല്ലാഹു എളുപ്പമാക്കി തരുന്നതാണ്. ജീവിതങ്ങളെ എളുപ്പത്തിലേക്ക് വഴി നയിക്കുന്നതാണ്. തഖ്വയുള്ള ജീവിതമെന്ന് പറഞ്ഞാൽ ഒക്കെ കൊടുക്കുന്നുണ്ട്, ഒക്കെ ചെലവാക്കുന്നുണ്ട്. പക്ഷെ അല്ലാഹു തആല ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആ എളുപ്പത്തിനെ ആ മനുഷ്യൻ പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മൾ അല്ലാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കി ജീവിതത്തിൽ തഖ്വയുണ്ടോ? നമുക്ക് അല്ലാഹു തആല എളുപ്പം തരും. തഖ്വയുമായി ബന്ധപ്പെട്ടിടത്ത് സൂറത്തു ത്വലാഖിൽ നമ്മൾ പഠിച്ചവരാണ് അല്ലാഹു തആല എളുപ്പം തരുമെന്ന് പറഞ്ഞത് അല്ലേ? വമയ്യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജാ. ആര് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവന് പുറത്തേക്ക് കടക്കാനുള്ള മാർഗം, ആ പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗം അല്ലാഹു കൊടുക്കുന്നതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വമയ്യത്തഖില്ലാഹ യജഅൽ ലഹു മിൻ അംരിഹി യുസ്റാ. ആര് അല്ലാഹനെ സൂക്ഷിക്കുന്നുവോ അവർക്ക് അല്ലാഹു എളുപ്പം നൽകുന്നതാണ്. അവന്റെ കാര്യങ്ങളിൽ അല്ലാഹു എളുപ്പം നൽകുന്നതാണ്. തഖ്വയോടെ ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ടാവാ. ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തില്ലേ എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? യാ അമീറൽ മുഅ്മിനീൻ അമാ സലക്ത ത്വരീഖൻ ഫീഹി ഷൗഖ്. മുള്ളുള്ള വഴികളിലൂടെ അങ്ങ് നടന്നു പോയിട്ടില്ലേ? മാദാ ഫഅൽസ്, താങ്കൾ എന്താ ചെയ്യാറുള്ളത്? ഉശമ്മിസു അൻസാഖി, എന്റെ മുണ്ട് ഞാൻ ഇങ്ങനെ കയറ്റി പിടിക്കും. വാൻദുറി ഇലാ ഖദമി, എന്റെ കാലിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കും. എന്നിട്ട് ഓരോ മുള്ളും എന്റെ കാലിൽ തറക്കുമോ എന്ന പേടി കാരണം സൂക്ഷ്മതയിലാണ് നടക്കുക എന്ന് പറഞ്ഞപ്പോ
ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണ് തഖ്വ, അതാണ് തഖ്വ. അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ ബാധിക്കാതെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുന്നതാണ്. അപ്പൊ ചെലവഴിക്കാൻ പറഞ്ഞതിന് ചെലവഴിച്ചു, സൂക്ഷ്മത പാലിക്കാൻ പറഞ്ഞതിന് സൂക്ഷ്മത പാലിച്ചു. വസദ്ദഖ ബിൽ ഹുസ്നാ, ഏറ്റവും നല്ലതുകൊണ്ട് സത്യപ്പെടുത്തുകയും ചെയ്താൽ, ഏതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വസദ്ദഖ ബിൽ ഹലഫി മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള സത്യങ്ങളെ സത്യപ്പെടുത്തിയാൽ. ആയത്തിന്റെ തഫ്സീറാണ്. ഇപ്പൊ നമ്മൾ സ്വതക്ക ചെയ്യാൻ പറഞ്ഞാൽ ഇന്ന പ്രതിഫലം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോ അത് പത്രമൊക്കെ കിട്ടുമെന്നല്ല, അല്ല പറഞ്ഞതിനെ സത്യപ്പെടുത്തി അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുന്ന. മനസ്സിലായോ? നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് സുബഹിന്റെ ശേഷം നിങ്ങൾ ഇരുന്നാൽ, ഇശ്റാഖ് നിസ്കരിക്കോടെ ഇരുന്നാൽ, നിങ്ങൾക്ക് ഉദയം കഴിഞ്ഞ് അല്പനേരം കാത്തിരുന്ന നമസ്കാരം നിർവഹിച്ചാൽ ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലം ഉണ്ട് എന്ന് പറയുമ്പോ അതിപ്പോ അങ്ങനൊക്കെ കിട്ടോ എന്ന് പറഞ്ഞ് അതിനോട് ഒരു വിമുഖത കാണിച്ചാൽ, സ്വതക്ക നമ്മളുടെ സമ്പത്തിൽ നിന്ന് അതിനോട് കുറവ് വരുത്തില്ല എന്ന വിഷയം പറയുമ്പോ അത് കുറഞ്ഞിട്ടില്ലേ പോണ് എന്ന് പറഞ്ഞ് അതിനോടൊരു നിഷേധ മനോഭാവം കാണിക്കുന്നവരല്ല. അള്ളാഹു പ്രതിഫലമായി പറയുന്നതിനെ സത്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലൂടെ വന്നാൽ അതാണ് ഒരു തഫ്സീറിലൂടെ കാണാം. മറ്റൊരു വ്യാഖ്യാനം കാണാൻ സാധിക്കും, വസദ്ദഖ ബി അന്നല്ലാഹ വാഹിദുൻ ലാ ശരീക ലഹ്, അല്ലാഹു തആല ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല എന്ന് സത്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നാൽ മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ യാതൊരു ആരാധനമില്ല എന്ന് സത്യപ്പെടുത്തുന്ന ഇതേ പദം തന്നെയാണ് മഹാനായ അബൂ അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് നൽകുന്ന തഫ്സീറുകൾ. അല്ലാഹുവല്ലാതെ യാതൊരു ആരാധനമില്ല എന്ന് ജീവിതങ്ങളിലൂടെ സത്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നാൽ മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു മറ്റൊരു പദം കൂടെ പറഞ്ഞു, വസദ്ദഖ ബിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗം കൊണ്ട് സത്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ കൂടെ ഉണ്ടായാൽ. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ സ്വർഗം കൊണ്ട് സത്യപ്പെടുത്തുന്ന, അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് സത്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നാൽ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ജീവിതത്തിൽ സമാധാനം വേണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കാൻ, അതിനെ ജീവിതത്തിൽ സത്യപ്പെടുത്താൻ, എന്നെ സൃഷ്ടിക്കുന്നവൻ, എന്റെ എല്ലാ ഔദാര്യങ്ങളും നൽകുന്നവൻ, എന്നെ നിയന്ത്രിക്കുന്നവൻ, ലോകം നിയന്ത്രിക്കുന്നവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. അതുകൊണ്ടാണ് ആയത്തിന്റെ തഫ്സീറുകളിലൂടെ കാണാം, അല്ലാഹുവല്ലാതെ ആരാധനമില്ല എന്ന് വിശ്വസിക്കുക മാത്രമല്ല, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഖീദയെ ശക്തിപ്പെടുത്തുന്ന ഏതൊക്കെ കാര്യങ്ങളെ വിശ്വസിക്കാൻ പറഞ്ഞുവോ, അള്ളാന്റെ പ്രവാചകനെ കൊണ്ട്, മലക്കുകളെ കൊണ്ട്, വേദഗ്രന്ഥങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ അള്ളാഹു പറഞ്ഞതിനോട് മുഴുവനും സത്യപ്പെടുത്തുന്ന ആളുകൾക്കാണ് അള്ളാഹു സമാധാനം നൽകുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചാൽ അങ്ങനെ സമാധാനം കിട്ടോ? എളുപ്പമായി കിട്ടോ? മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുന്നുണ്ട്, അള്ളാഹുവാണ് ഏറെ പൊറുക്കുന്നവനെന്ന് കരുതി ഈ വിഗ്രഹങ്ങളെ വദ്യനെയും സുവായിനെയും യഊസിനെയും യഊക്കിനെയും ഒഴിവാക്കുന്ന സാഹചര്യങ്ങൾ വന്നാൽ അള്ളാഹുവിനോട് മാത്രമായി നിങ്ങൾ പറയുന്ന അവസ്ഥയുണ്ടോ? ആകാശത്തുനിന്ന് ഉപരിഭാഗത്ത് നിന്ന് വെള്ളമിറക്കി തരുന്നവൻ അല്ലാഹുവാണ്. ഫലഭൂവിഷ്ഠതകളെ നൽകുന്നവനും അല്ലാഹുവാണ്. അല്ലാഹു നൽകുന്നവനാണ്. നിങ്ങൾ നോക്കിയേ, 24-ാം അധ്യായം സൂറത്തുൻ നൂർ അതിന്റെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങളിലെ വിശ്വാസികളോടുള്ള അല്ലാഹുവിന്റെ കരാറുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുന്ന ആളുകളോട്, നിങ്ങളുടെ പൂർവികരെ പിന്തലമുറക്കാരായി നിങ്ങൾ കടന്നു വരുമ്പോ അല്ലാഹു നിങ്ങൾക്ക് പരിഗണന കിട്ടുന്ന ഒരു നാട് വേണമോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നാട്ടിൽ പ്രാതിനിധ്യം വേണമോ? അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഭയത്തിന് ശേഷം നിർഭയത്വം നൽകണമോ? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, എന്നെ മാത്രം ആരാധിക്കണം, എന്നിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കണോ? ആ നാട്ടിൽ നിങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കണോ? നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയം നൽകുമ്പോ ആ ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് നിർഭയത്വം വേണമോ? നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക, എന്നോടുള്ള ആരാധനയിൽ മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ളവരെ,
പ്രിയമുള്ളവർ, ആ രീതിയിലെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി തീരാൻ. നമ്മൾ വിചാരിക്കുന്നത് അല്ലാഹു അല്ലാത്ത ആളുകളാണ് പരീക്ഷയ്ക്ക് എളുപ്പം വിജയിക്കാൻ എവിടെ നിന്നോ പേനകളെ കൊണ്ടുവരുന്നവർ ജീവിതത്തിന്റെ എളുപ്പവഴിയല്ല പ്രിയമുള്ളവരെ. കച്ചവടത്തിൽ പെട്ടെന്ന് വിജയമുണ്ടാകാൻ ആരുടെ കയ്യിൽ നിന്നോ പൂജിച്ചു കൊണ്ടുവന്ന ഏലസുകൾ കൊണ്ടുവന്ന് ചാർത്തുന്നവരോട് പ്രിയമുള്ളവരെ അവിടെ എളുപ്പമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടാനില്ല. വാഹനത്തിന്റെ യാത്ര സുഗമമാകാൻ എവിടെ നിന്നോ കൊണ്ടുവന്ന് പട്ടുവന്ന് വാഹനത്തിന്റെ മേലെ കെട്ടിവെക്കുമ്പോ അതിന്റെ മേലെ സമാധാനമുണ്ടാകാനില്ല. എന്നെ നിയന്ത്രിക്കുന്നവൻ നോക്ക്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അള്ളാഹുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐൻ. ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും അല്ലാഹുവേ എന്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കല്ലേ എന്ന് ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണോ പ്രിയമുള്ളവരെ ചങ്ങനംകുളത്തിന്റെ പരിസരങ്ങളിലെ പുത്തമ്പള്ളിയിലോ അയിലക്കാടിലോ എവിടെങ്കിലും മറപ്പെട്ട് കിടക്കുന്ന മരണമടഞ്ഞ ആളുകൾ അവരുടെ ഖബറിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുകള് എന്റെ വാഹനത്തിന്റെ വേഗതയെ, ആക്സിഡന്റുകളെ, അപകടങ്ങളെ നിയന്ത്രിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളോട് അള്ളാഹുവിലുള്ള തവക്കുൽ എവിടെയാ കടന്നു പോകുന്നത്? അള്ളാഹു സമാധാനം നൽകണോ? വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് യാത്ര തുടങ്ങാൻ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലൂടെ തവക്കുലാക്കാൻ എന്റെ പ്രിയമുള്ളവരെ എല്ലാം തന്നവൻ റബ്ബ് അള്ളാഹു തിരിച്ചു നമ്മളോട് ചോദിക്കുന്നത് ഒരു ആരാധനയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ എല്ലാം തന്നില്ലേ? നിലക്കാതെ എടുക്കുന്ന ശ്വാസം അള്ളാഹു തആല പ്രയാസപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങ് കർണാടക സ്റ്റേറ്റിന്റെ ശിരൂരിലെ ഏതോ ഒരു ലോറിക്കുള്ളിലൂടെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അതിൻ്റെ ഉള്ളിലൂടെ അകപ്പെടുന്ന സന്ദർഭങ്ങളിൽ മാറി മാറി വരുന്ന മീഡിയകളുടെ ന്യൂസുകളിലൂടെ ആ ബോഡി കിട്ടിയിട്ടുണ്ടോ? അതല്ല ശരീരം എവിടെയാൽ ജീവനോടെ ഉണ്ടാകണമെന്ന് ഒരു ഹൈന്ദവ സഹോദരന് വേണ്ടി നമ്മുടെ മുഴുവൻ ആളുകളും മനസ്സുരുകി പറയുന്നുണ്ടെങ്കിൽ എന്താ പ്രിയമുള്ളവരെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താകും? മണ്ണിനടിയിൽ എന്താകും? പുഴയിൽ എന്താകും? നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ബ്രീത്ത് കിട്ടാതെ പടയുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താകുമെന്ന് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ചു നോക്ക്. ഒരു തടസ്സമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയപ്പോ, ആരോഗ്യം അല്ലാഹു തആല നൽകിയപ്പോ, സമാധാനത്തോടെ ജീവിക്കാനുള്ള സന്ദർഭങ്ങൾ അല്ലാഹു തആല നൽകിയപ്പോ ആ അല്ലാഹുവിനോട് മാത്രമായി ചെയ്യേണ്ട ആരാധന ഏതെങ്കിലും ഒരു പടപ്പുകളിലേക്ക് ചേർത്ത് വെക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ അല്ലാഹു പൊറുക്കുമോ? ജീവിതങ്ങളിലൂടെ അല്ലാഹു പൊറുക്കുമോ നമ്മളോട്? ആരാധനയുടെ സകലമായ അംശങ്ങളും മറ്റുള്ളവരെ കാണട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നത് പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ലെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത നരകം നൽകുന്ന ചെറിയ ശിർക്കാണെന്ന് പഠിപ്പിക്കുമ്പോ അള്ളാഹു അല്ലാത്തവരോട് ആരാധിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാൽ പ്രിയമുള്ളവരെ കാര്യങ്ങൾ പെട്ടെന്ന് ലഭ്യമാകാൻ, എളുപ്പമാകാൻ വേണ്ടി അള്ളാന്റെ പേരിൽ ചെയ്യുന്ന സത്യങ്ങളെ അള്ളാഹു അല്ലാത്ത പടപ്പുകളുടെ പേരിൽ ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും. ലാ തഹ്ലിഫ് ബിഗൈരില്ലാഹ്, റബ്ബല്ലാത്തവരോട് സത്യം ചെയ്യല്ലേ, സത്യം ചെയ്യല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പറയും, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് ആര് സത്യം ചെയ്യുന്നുവോ അവൻ ശിർക്കാണ് ചെയ്തത്, അവൻ കുഫറാണ് ചെയ്തത് എന്നാണ്. നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യത്തിന് പോലും അള്ളാന്റെ മുത്ത് റസൂല് പഴുതു വെച്ചിട്ടില്ലായിരുന്നു. ആ പ്രവാചകൻ പോലും ഇന്നമാ അജ്ഉ റബ്ബി, ലോകത്തല്ലാത്ത ഒരാളിലേക്ക് ഒരു പ്രാർത്ഥന തിരിയുമായിരുന്നെങ്കിൽ, ഒരു തേടാൻ ഒരു കൈ ഒരാളുടെ ഫളല് കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട് കഴിയുമായിരുന്നെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ള പറയാ, ഞാൻ എൻ്റെ അള്ളാഹിനോട് പറയൂ, അവനോട് യാതൊരാളെയും ഞാൻ പങ്കു ചേർക്കില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്നിട്ട് ഇൻഷാ അല്ലാഹ് വശീത, അല്ലാഹ് ഉദ്ദേശിച്ചാൽ, മുഹമ്മദ് നീയും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജഅൽത ലില്ലാഹി നിദ്ദ, നീ അല്ലാഹ്ക്ക് സമന്മാരെ വെച്ചിരിക്കുന്നു എന്ന് കാർക്കശ്യത്തോടെ പറഞ്ഞ പ്രവാചകൻ ആരെയാ സമനാക്കിയത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഴുതു വെച്ചിട്ടില്ല. നിങ്ങൾക്കറിയോ, ഒരു വാപ്പാന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നൊമ്പരെന്ന് പറഞ്ഞാൽ മക്കൾ ഓരോന്നോരോന്ന് കൈവിട്ടു പോകുമ്പോ, ഓരോരുത്തരായി വിട പറയുമ്പോ ആ വാപ്പാന്റെ മനസ്സെന്താവും? ആൺകുട്ടികൾ ഓരോരുത്തരായി മരിച്ചുപോയി. അവസാനം ഉണ്ടായിരുന്ന പൊന്നുമോൻ മാരിയത്തുൽ ഖിബ്തിയ്യയിലൂടെ ഉണ്ടായിരുന്ന മകൻ പോലും ലോകത്തോട് വിട പറയുമ്പോ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു വാക്കും പറഞ്ഞിട്ടില്ല, ബിമൗതികല മഹ്സൂനൂന യാ ഇബ്രാഹിം, എന്റെ മോൻ ഇബ്രാഹിം, നിന്റെ മരണത്തിൽ എനിക്ക് ദുഃഖമുണ്ട്, പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ പറയില്ല.
ആ മോന്റെ ജനാസ ഇങ്ങനെ മടി വെച്ചിരിക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞത് ബിച്ചുർ മുഹമ്മദ്, വാല് മുറിഞ്ഞില്ലേ മുഹമ്മദേ. മോന് മരിച്ചിട്ട് ആ വാപ്പാനെ സമാധാനിപ്പിക്കാനോ സാന്ത്വനിപ്പിക്കാനോ അല്ല, കുത്തി നോവിക്കാൻ. നിന്റെ പാരമ്പര്യം ഇവിടെ തീർന്നില്ലേ? ആൺമക്കളെ തീർന്നില്ലേ? യാദൃശ്ചികത പോലെ ഒക്കെ ആ ഇബ്രാഹിം മരണപ്പെട്ട ദിവസം ഇങ്ങനെ ഗ്രഹണമുണ്ടായി. ആളുകൾ മുഴുവൻ പറഞ്ഞു പ്രവാചകപുത്രന്റെ മരണത്തിൽ പ്രകൃതിയുടെ അനുശോചനമാണ്. അതിനെ ദുരുപയോഗം ചെയ്യാൻ അള്ളാന്റെ മുത്ത് റസൂല് തയ്യാറായില്ല. ഇരിക്കുന്നിടത്ത് നിന്ന് ഓടി റസൂലുള്ള ഓടി മിമ്പറിലേക്ക് ഓടിക്കയറുകയാണ്. ജനങ്ങളെ, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാഹ്. സൂര്യനും ചന്ദ്രനും അള്ളാന്റെ ദൃഷ്ടാന്തമാണ്, അള്ളാന്റെ ദൃഷ്ടാന്തമാണ്. ആരുടെയെങ്കിലും ജനനമായിട്ടോ മരണമായിട്ടോ ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മോന് മരിച്ചിങ്ങനെ തളർന്നിരിക്കുമ്പോ സങ്കടപ്പെടുമ്പോ അതിന്റെ മേലെ മൂലക്കിരിക്കാനല്ല, അള്ളാന്റെ വഹദാനിയത്തിനോട് തെറ്റുന്ന വാക്ക് തന്റെ മകന്റെ പേരിൽ, റസൂലുള്ളാന്റെ പേരിൽ പ്രവാചകൻ ഒന്ന് പൊക്കിവെക്ക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ജനങ്ങളുടെ തൗഹീദിനോട് കളങ്കം വരുത്താൻ തയ്യാറല്ല അള്ളാന്റെ മുത്ത് റസൂല്. അറിയോ നിങ്ങൾക്ക് പുരുഷന്മാരുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ വീഴാൻ പാടില്ലെന്ന്? പക്ഷെ റസൂൽ അതുപോലും ശ്രദ്ധിച്ചിട്ടില്ല. ഇരിക്കുന്നിടത്ത് നിന്ന് ഓടി പ്രവാചകൻ മിമ്പറിലേക്ക് കയറി. ഒരാളുടെ ജനനവും മരണവും ഇതുമായി ബന്ധമില്ല, അത്ര ഉറപ്പാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു കണിക പോലും വ്യതിയാനമുണ്ടാക്കാൻ നമ്മളായിട്ട് അവസരം കൊടുക്കരുത്. അള്ളാഹു സമാധാനം തരണോ? എന്റെ അഭയം എന്റെ റബ്ബുണ്ട്, അവനോട് ചോദിക്കാൻ, അവനോട് പറയാൻ. അവനെ പോലെ കേൾക്കുന്നവനില്ല, നൽകുന്നവനില്ല, കഴിവുള്ളവനില്ല, ആരാരുമില്ല. അതുകൊണ്ട് ആ റബ്ബുണ്ട്, ആ ബോധം വരുമ്പോ തന്നെ റബ്ബിലേക്കുള്ള തവക്കുൽ വരും. കഴുത്തിന് നേരെ വാള് വെച്ചപ്പോഴും റസൂലെ അള്ളാഹുവിൽ അഭയം പ്രാപിക്കാൻ തവക്കുൽ പറയാനുള്ള കാരണം എന്താ അറിയോ? അള്ളാഹുവിൽ അത്ര ഈമാൻ ഉണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. അള്ളാഹു അങ്ങനെ ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ജീവിതം എളുപ്പമാവണോ? 3 വഴികളെ പറഞ്ഞു. അള്ളാഹു നൽകിയതിൽ നിന്ന് സമ്പത്താവട്ടെ, ഔദാര്യങ്ങളാവട്ടെ, അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള ഹക്കുകളാവട്ടെ, നമുക്ക് എന്തെല്ലാം നൽകാനുണ്ടോ ജീവിതത്തിൽ അത് നൽകാൻ. അതുപോലെ തന്നെ അള്ളാഹിനെ ഭയപ്പെട്ടുള്ളൊരു ജീവിതം ഉണ്ടാവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുന്ന ഒരവസ്ഥ വന്നാൽ ഏറ്റവും എളുപ്പമായതിലേക്ക് അള്ളാഹു നമ്മളെ വഴി നയിക്കുന്നതാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, കൊടുക്കാതെ പിശുക്ക് കാണിച്ചു വെച്ചാൽ, അത് കൊടുത്ത എൻ്റെ കുറഞ്ഞു പോലും എന്നുള്ള പേടി കാരണം പിശുക്ക് കാണിച്ചാൽ, എനിക്ക് ഞാൻ തന്നെ മതി എന്ന ഒരു തോന്നൽ നമ്മളുടെ ജീവിതങ്ങളിലൂടെ കടന്നു വന്നാൽ, അതുകൊണ്ട് ഞാൻ തോന്നിയ പോലൊക്കെ പ്രവർത്തിക്കുമെന്നുള്ള ഒരു മനസ്സ് നമ്മളിലൂടെ വന്നാൽ, അതുപോലെ ഏറ്റവും നല്ലതിനെ അള്ളാഹു അവതരിപ്പിച്ചതിനെ കളവാക്കുന്നൊരു സാഹചര്യം ജീവിതത്തിൽ വന്നാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, ഏറ്റവും പ്രയാസമായതിലേക്ക് അള്ളാഹു അവനെ വഴി നയിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദൃഢമായി ഉറച്ചു ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് ജുമാക്ക് വേണ്ടി കടന്നു വരുന്ന ആളുകളാണ്. കുറേ നാളുകളായിട്ട് ഞാനത് ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്താറില്ല. നമ്മളെപ്പോഴാണ് അള്ളാഹിൻ്റെ പള്ളിയിലേക്ക് എത്തേണ്ടത് എന്ന് നമ്മളുടെ മനസ്സിലേക്ക്, നമ്മൾ മറ്റാരിലേക്കും തിരിയാനല്ല. ജുമാക്ക് അവസാനം പ്രവേശിക്കേണ്ട ആള് ഖത്തീബാണ്. ഖത്തീബ് മിമ്പറിൽ കയറിയാൽ മലായിക്കത്തുകൾ അവരുടെ ഗ്രന്ഥം അടച്ചു വെക്കും എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? 1 മണിക്ക് വന്നവന് ജുമ കിട്ടൂല എന്നല്ല. അദ്ദേഹം 1 മണിക്ക് വന്ന മലക്കുകൾ 1 മണി എന്ന് രേഖപ്പെടുത്തു. 1:10 എത്തിയാൽ 1:10 രേഖപ്പെടുത്തു.
ജുമയുടെ ഫളല് കാരണം, അതിന്റെ ശ്രേഷ്ഠത കാരണം ഒട്ടകത്തറുത്ത പ്രതിഫലം കൊടുക്കാനും മാടിനറുത്ത പ്രതിഫലം കൊടുക്കാനും അങ്ങനെ അതിന്റെ ഫളലുകൾ രേഖപ്പെടുത്തുന്ന മലായിക്കത്തുകൾ ഇമാം മിമ്പറിൽ കയറുന്നതോടുകൂടെ ആ ഗ്രന്ഥം അവരടച്ചു വെക്കുന്ന ആ ജുമയുടെ വലിയ ഫളല് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ, അള്ളാഹിന്റെ പള്ളിയിൽ ജുമഅക്ക് വിളിക്കപ്പെട്ട വേഗം കടന്നു വരാനും മാത്രമല്ല കച്ചവടത്തെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. ആ നേരത്തെ കുറച്ച് ലാഭം കിട്ടും, അങ്ങനൊന്നും നമ്മൾ വിചാരിക്കല്ല. ഏതിടപാടാണെങ്കിലും അതെനിക്ക് ജുമഅക്കുള്ള സമയമാണ് എന്ന് കണക്കാക്കി നേരത്തെ കടന്നു വരാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തോട് പറഞ്ഞു. കാരണം അന്ന് അവർക്ക് ആരാധന ശനിയാഴ്ചയായിരുന്നു. നോക്കുമ്പോൾ ശനിയാഴ്ച ദിവസം നല്ല മീൻ കാണണം. അപ്പൊ അവർക്കത് ഉപേക്ഷിച്ചിട്ട് ആരാധനക്ക് വരാനും വയ്യ. അത്രയും മീനുകൾ കിട്ടിയപ്പോൾ അവരൊരു കുറുക്ക് വഴി ഒപ്പിക്കുകയാണ്. ഒരു കുഴി കുത്തി അതിലേക്ക് ചാല് വെട്ടി ഈ മീന് മൊത്തം അതിലെ ബ്ലോക്ക് ചെയ്ത് അല്ല പിടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിടിച്ചില്ല, ബ്ലോക്ക് ചെയ്ത് വെച്ചു. പിറ്റേ ദിവസം വന്ന് പിടിക്കാലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനോട് കാണിച്ച ഈ കുതന്ത്രത്വം കാരണത്താൽ അല്ലാഹു അവരോട് പറഞ്ഞു, കൂനൂ ഖിറദതൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങുകളായിക്കൊള്ളുക എന്ന് അള്ളാന്റെ ശിക്ഷ അവരുടെ മേലെ കടന്നു വന്നു. പ്രിയമുള്ളവർ, അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞ പണി അവർ ചെയ്തില്ല, മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞ് പിടിച്ചില്ല. പക്ഷെ ഒരു കുതന്ത്രം അവിടെ ഒപ്പിച്ചു വെച്ചതാണ്. നമ്മളോട് അല്ലാഹു തആല പറഞ്ഞു, ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ, കച്ചവടം ഒഴിവാക്കി വേഗം നിങ്ങൾ കടന്നു പോവാ. നമ്മൾ ആ പണി കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെക്കാൾ മോശപ്പെട്ട പണിയല്ലേ, അവരെക്കാൾ വലിയ ശിക്ഷയ്ക്ക് കാരണമാകുന്ന പ്രവൃത്തിയല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ആരും മറ്റുള്ളവരിലേക്ക് അയാളെപ്പറ്റി ഇയാളെപ്പറ്റി ഒന്നും ചിന്തിക്കല്ല. നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും നേരത്തെ എത്തുന്ന ഇന്ന് വൈകിട്ടുണ്ടോ, അള്ളാഹുവേ അതിലൊരു കുറ്റബോധം ഉണ്ടാവണം. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പള്ളിയിലേക്ക് എത്തുമെന്നുള്ള അതിന്റെ ഫലവും ശ്രേഷ്ഠതൊക്കെ വലുതാണ്. അങ്ങനെ എത്തുമെന്നുള്ളൊരു നിയ്യത്തോടുകൂടെ ചിന്താഗതിയോടുകൂടെ ഇൻഷാ അല്ലാഹ് ആരാധനകളെ സമീപിക്കാൻ, ഇബാദത്തുകളെ സമീപിക്കാൻ നമ്മൾ ഈ ദിവസം മെനക്കെട്ട് വന്ന് വെറുതെ അല്ലല്ലോ, എനിക്കത് കിട്ടണമെന്നുള്ള നിയ്യത്തോടു കൂടെയാണ്. 30 കൊല്ലം 20 കൊല്ലമൊക്കെ ജുമഅക്ക് വന്നിട്ടും നമുക്ക് അള്ളാന്റെ അടുക്കൽ രേഖ പരിശോധിക്കുമ്പോൾ ജുമഅ എന്നുള്ള ഫളല് ഒന്നുപോലും കാണില്ലെങ്കിൽ ഇതിൽ പരം എന്ത് പരാജയം നമുക്കുള്ളേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൃത്യത നമ്മളുടെ ജീവിതത്തിൽ ഒരു നിഷ്ഠ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. ഒരു ഇഷ്യൂസ് സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടും, കുറെ നാൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കും. അത് കയ്യിൽ നിന്നിങ്ങനെ മാറിയാൽ അടുത്ത ഇഷ്യൂസിന്റെ പിന്നാലെ പോവും. അങ്ങനെ നമ്മൾ മറന്നുപോയ വലിയ വിഷയങ്ങളുണ്ട്. പശ്ചിമേഷ്യയുടെ അങ്ങേ തലക്കലെ ഗാസയുടെ ഫലസ്തീനിന്റെ മണ്ണിലെ ഇന്നും വേദന അനുഭവിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അതിന്റെ തുടക്കത്തിലൊക്കെ നമുക്കൊരു വേദനയായിരുന്നു, പ്രാർത്ഥനയായിരുന്നു. ഓരോ ദിവസവും ഈ കഴിഞ്ഞ ഇന്നലെ പോലും 55 ആള് ലോകത്തോട് വിട പറഞ്ഞു, കുഞ്ഞുമക്കൾ ഉൾപ്പെടെ. അതിന്റെ തലേന്ന് 100-ലധികമാണ്. അങ്ങനെ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കാൻ, ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കാൻ. നിത്യജീവിതത്തിലെ അവരെയൊന്നും പ്രാർത്ഥനകളിൽ നിന്ന് മറക്കരുതേ എന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടല്ല. എല്ലാം അറിയുന്ന റബ്ബേ, ഖൈർ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. രോഗത്തിന്റെ പ്രയാസത്തിൽ കഠിനമായ വേദന കടിച്ചമർത്തുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ, സമാധാനം നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിനും സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم. وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.